തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ബൈബിൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് ദൈവസ്നേഹത്തിൽ നിലനിന്നുകൊണ്ട് ദൈവത്തോട് ചേർന്നുള്ളൊരു ജീവിതം നയിച്ച ഏത് വ്യക്തിത്വത്തെ നമ്മൾ എടുത്തു നോക്കിയാലും അവരെ ദൈവത്തിൻ്റെ സ്നേഹിതരായിക്കൊണ്ടാണ് ഒന്നുകിൽ ആശയത്തിൽ അല്ലെങ്കിൽ അവരുടെ പേരിൽ തന്നെ ചേർത്തുകൊണ്ട് വിളിക്കപ്പെടുന്നത്. ഉദാഹരണത്തിന് വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രാഹത്തെ ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് തന്നെ. നമ്മളുടെ എല്ലാവരുടെയും സാമൂഹ്യ ജീവിതത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമുണ്ട്. നമുക്ക് ഏറ്റവും സ്വാതന്ത്ര്യത്തോടു കൂടി സംസാരിക്കാനും ഇടപഴകാനും കഴിയുന്നത് സൗഹൃദങ്ങളിലാണ്. നമ്മുടെ കൊച്ചുനാൾ മുതലുള്ള വളർച്ചാ കാലഘട്ടങ്ങളിൽ നമ്മൾ പഠിച്ചിരുന്ന വിദ്യാലയങ്ങളിലും ക്ലാസ്സുകളിലും അല്ലെങ്കിൽ നമ്മുടെ അയൽപ്പക്കങ്ങളിലൊക്കെ നമ്മളൊരു സൗഹൃദം സ്ഥാപിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചിലരൊക്കെ അതിപ്പോഴും തുടരുന്നുമുണ്ട്. അങ്ങനെയുള്ള സുഹൃത്തുക്കളുമായി നമ്മൾ ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമ്മളിലൊരു ആത്മവിശ്വാസവും സംതൃപ്തിയൊക്കെ ജീവിതത്തിനുണ്ടാകുന്നുണ്ട്. ഇവിടെ ക്രിസ്തു പറയുന്നൊരു സംഭവമുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതന്മാരെന്ന് വിളിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നതാണ് 15-ാം അധ്യായം 15-ാം വാക്യം. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം മണ്ണിൽ നിന്ന് മനുഷ്യനെ മെനഞ്ഞ് അവൻ്റെ നാസേന്ദ്രിയങ്ങളുടെ ജീവശ്വാസം അല്ലെങ്കിൽ പ്രാണവായു ഊതി, അങ്ങനെയാണ് മനുഷ്യൻ ജീവനുള്ളതായി തീർന്നതെന്ന് പറയുന്നത്. അങ്ങനെ സമൃദ്ധിയുടെ അടയാളമായ പറുദീസയിൽ മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കവേ ദൈവവുമായി ഒരു സൗഹൃദ ബന്ധം സ്ഥാപിച്ചെടുത്തുകൊണ്ട് അവർ സായം സന്ധ്യകളിൽ ഒരു സല്ലാപം നടത്തുന്നുണ്ട്. ഇതാണ് പൈശാചികമായ പ്രലോഭനങ്ങളിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയത്. അത് വീണ്ടെടുക്കുക എന്ന ധർമ്മവും കർമ്മത്തോടും കൂടിയാണ്, ഉദ്ദേശലക്ഷ്യത്തോടു കൂടിയാണ് ക്രിസ്തുവിൻ്റെ ജനനം തന്നെ. അതുകൊണ്ടാണ് താൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരോട് പറയുന്നത്, ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, സ്നേഹിതരെന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഈ അപ്പസ്തോല ഗണത്തിൻ്റെ ക്രിസ്തു സ്നേഹിതരെന്ന് അഭിസംബോധന ചെയ്ത് വിളിച്ച ആ അപ്പസ്തോല ഗണത്തിൻ്റെ തുടർച്ചയാണ് ക്രിസ്തീയ വിശ്വാസികളായ എല്ലാവരും. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. അതാണ് നമ്മളിങ്ങനെ വായിക്കുന്നത്. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതരാണ്. 15-ാം അധ്യായം 14-ാം വാക്യം. ഒരു കണ്ടീഷൻ വെച്ചാണ് ക്രിസ്തു പറയുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൽപ്പന പാലിച്ചാൽ നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹിതരാണ്. കൽപ്പന എന്താണ്? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുവിൻ. നമുക്കറിയാം, ഒരു സൗഹൃദ വലയത്തിൽ ഉള്ള വ്യക്തികളോട് നമ്മൾ എന്ത് ചോദിച്ചാലും
ഏത് പാതിരിക്കായാലും ഏത് സാഹചര്യത്തിലായാലും നമ്മളെ സഹായിക്കാൻ അവർ വരുമെന്ന്. ഈ ഒരു ബന്ധമാണ് നമ്മൾ ക്രിസ്തുവുമായി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അത് നമുക്ക് തന്നിരിക്കുന്ന ഫ്രീഡമാണ്. ദൈവത്തോട് നമ്മളൊരു സൗഹൃദം സ്ഥാപിച്ചെടുക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ അല്ലെങ്കിൽ നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മളും മറ്റുള്ളവരെ സ്നേഹിക്കുക. ഇങ്ങനെ നമ്മൾ സ്നേഹിക്കുന്നില്ല എങ്കിൽ നമുക്കുള്ള കുടുംബ ബന്ധങ്ങളിൽ, വ്യക്തിബന്ധങ്ങളിൽ നാം മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എങ്കിൽ നമുക്ക് ക്രിസ്തുവുമായും ദൈവവുമായും യാതൊരു സൗഹൃദം ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും നടന്നു കിട്ടുകയുമില്ല. കാരണം ബന്ധത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കുക. നമ്മൾ മറ്റുള്ളവരെ കരുതലോടുകൂടി സ്നേഹിക്കുമ്പോൾ, ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ നമ്മെ ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അതിലാണ് നമുക്കൊരു സംതൃപ്തി ഉണ്ടാവും. അതാണ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒരു ആനന്ദം തരുന്നത്. അതാണ് നമുക്കറിയാം, പലരും ചാരിറ്റി ചെയ്യുന്ന വ്യക്തികൾ, ചാരിറ്റി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അഗതികളോടും ആലംബരോടും കൂടെ, അനാഥരോടും കൂടി ജോലി ചെയ്യുന്ന വ്യക്തികൾ പറയുന്നത്, ഇങ്ങനെയുള്ള ജോലികൾ ചെയ്യുമ്പോൾ ഒരു സംതൃപ്തിയാണ്, ഉള്ളിലൊരു ആനന്ദമാണ്. അത് മറ്റുള്ളവരെ സ്നേഹിക്കുമ്പോൾ മാത്രമേ ദൈവം നമുക്ക് നൽകുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാം. അങ്ങനെ ദൈവം നാം പോലും അറിയാതെ നമ്മുടെ സ്നേഹിതനാകും. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.